ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ മർദ്ദിച്ച സംഭവത്തിലാണ് ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ബോർഡ് മാറ്റി. എറണാകുളം പറവൂർ വാണിയങ്കാട് സ്ഥാപിച്ചിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബോർഡാണ് മാറ്റിയത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ പ്രതിനിധി കിരൺ കുമാറാണ് അവിടേക്ക് എത്തുകയും ഈ വാർത്ത തത്സമയം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ പല വിധത്തിൽ പ്രതികരണങ്ങൾക്കായി സമീപിച്ചെങ്കിലും അവർ യാതൊരു വിധത്തിലും പ്രതികരിക്കാത്തൊരു സാഹചര്യമെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും അതുപോലെ തന്നെ നമ്മൾ ഈ വിഷയം ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിരുന്നു. കാരണം രാജ്യവ്യാപകമായി ബാൻ ചെയ്ത ഒരു സംഘടനയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോഴും ആ ബോർഡ് ഉൾപ്പെടെ അവിടെ നിന്ന് നീക്കം ചെയ്യാത്തതിന്റെ കാരണം എന്ത് എന്ന് ജനം TV ചോദ്യം ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്, അല്ലേ? 2022 ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്നത്. ആ നിരോധിത സംഘടനയുടെ കൊടിതോരണങ്ങളോ മറ്റു ഫ്ലക്സുകളോ ഒന്നും തന്നെ രാജ്യത്ത് ഒരിടത്തും സ്ഥാപിക്കാൻ പാടില്ല എന്ന ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പരാജയം എന്ന നിലയ്ക്ക് എറണാകുളം പോലെ ഒരു നഗരത്തിൽ, എറണാകുളത്തെ പറവൂർ, അതായത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ ഇത്തരത്തിൽ നിരോധിത സംഘടനയുടെ പേരിൽ ഒരു വെയിറ്റിംഗ് ഷെഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചിരുന്നത്. ഇന്നലെ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്തെ റിപ്പോർട്ടർ കിരൺ കുമാറാണ് ആ വാർത്ത ആദ്യം നൽകുന്നത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് ആ വാർത്ത നൽകിയിരുന്നു. നമ്മൾ വാർത്ത നൽകാൻ പോകുന്ന സമയത്ത് പോലും അവിടുത്തെ ഒരു പരിസ്ഥിതിക അന്തരീക്ഷം അതത്ര സുഖകരമായിരുന്നില്ല. കാരണം ആ സ്ഥലം എന്ന് പറയുന്നത് PDF പോപ്പുലർ ഫ്രണ്ടിനും അതുപോലെ തന്നെ SDP ഒക്കെ തന്നെ ഒരു സ്വാധീനമുള്ള സ്ഥലമായിരുന്നു. കാരണം കേരളത്തെ എല്ലാ കാലത്തും ഞെട്ടിച്ചിട്ടുള്ള തൊടുപുഴ കൈവെട്ടു കേസിലെ പ്രതി അല്ലെങ്കിൽ കേസിലെ പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്നത് ഈ പ്രദേശത്തിന് അടുത്താണ്. പണ്ട് കേരളത്തിൽ നിരോധിത സംഘടനയായ ഇതിനു മുമ്പ് നിരോധിച്ച സിമി എന്ന സംഘടന പ്രവർത്തിച്ചിരുന്നതും ഇതേ സ്ഥലത്ത് ആണ് എന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവപൂർണമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യമായുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിനു പിന്നാലെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബോർഡ് നീക്കം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് പോലെ തന്നെ ആ ബസ് സ്റ്റോപ്പിന്റെ, അതായത് ബോർഡ് നീക്കം ചെയ്ത ബസ് സ്റ്റോപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇത് രാജ്യത്തോടുള്ള വെല്ലുവിളി നടത്തിയ ഒരു തീവ്രവാദ സംഘടനയോട് നമ്മൾ മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മൾ പ്രഖ്യാപിച്ച ഈ യുദ്ധപ്രഖ്യാപനം നമുക്ക് വിജയമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ ദേവിക നമുക്ക് പറയേണ്ടി വരും. എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നമ്മുടെ വാർത്തയ്ക്കു പിന്നാലെയെങ്കിലും ഉറക്കമെണീറ്റു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിൽ സ്ഥാപിച്ചിരുന്ന വാണിയം കുളത്തെ വെയിറ്റിംഗ് ഷെഡിൽ മാറ്റിയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഷെഡിലെ ബോർഡ് മാറ്റിയിരിക്കുകയാണ് ദേവിക. ശരി, എന്തായാലും ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ബോർഡ് മാറ്റിയിരിക്കുന്നു. എറണാകുളം പറവൂർ വാണിയക്കാട് സ്ഥാപിച്ചിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ബോർഡാണ് മാറ്റിയത്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അഖിൽ പാലോട്ടുമടമാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.